ഈ രാജ്യത്ത് ഒരുപാട് ക്രൈസ്തവർ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ലോകത്തെമ്പാടും അനുഭവിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ക്രൈസ്തവർ, അല്ലെങ്കിൽ ടാൻസാനിയയിലും കെനിയയിലുമുള്ള ക്രൈസ്തവർ, പാലസ്തീനിലെ ക്രൈസ്തവർ, പിന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉള്ള ക്രൈസ്തവർ, അതിൽ മണിപ്പൂരിലെ ക്രൈസ്തവരുണ്ട്, മുനമ്പത്തെ ക്രൈസ്തവരുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്ന ക്രൈസ്തവർ നമ്മുടെ ഗാന്ധി നെഹ്റു കുടുംബത്തിലാണുള്ളത് എന്നാണ്. സോണിയാഗാന്ധിയെയും മകൻ രാഹുൽ ഗാന്ധിയെയും യഥാക്രമം 1, 2 പ്രതികളാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റുകാർ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കേസിൽ ഇവർ വലിയ കുംഭകോണം നടത്തി, പണം വെളുപ്പിക്കൽ നടത്തി എന്നൊക്കെയാണ് എൻഫോഴ്സ്മെൻറ്റുകാർ ആരോപിക്കുന്നത്. കോടതിയിൽ കുറ്റപത്രം എത്തിയതുകൊണ്ട് ഇനിയിപ്പോൾ അറസ്റ്റ് മുതലായ വയ്യാവേലികൾ ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം. കോടതിയിൽ പോയി നിരപരാധിത്വം തെളിയിച്ചാൽ മതി. കോൺഗ്രസ് പാർട്ടിയിൽ പ്രഗത്ഭന്മാരായ ഒരുപാട് അഭിഭാഷകരുണ്ട്, ഇനി ഓപ്പൺ മാർക്കറ്റിലും ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഉടനെ ജയിൽ ശിക്ഷയോ വധശിക്ഷയോ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ രോഗാതുരയാണ്. പ്രായാധിക്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു കേസിൽ പ്രതിയാകേണ്ടി വന്നു എന്ന മനപ്രയാസം തീർച്ചയായിട്ടും ആ മഹതിയെ വേട്ടയാടും എന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുള്ളി ഒരു അവസരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതല്ല ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇതിനെയൊക്കെ പുച്ഛിച്ച് സുധീരം സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.